പ്രശാന്തേട്ടാ, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ഹമാസിന് ഹിസ്ബുള്ളയ്ക്കൊക്കെ കേരളത്തിൽ ധാരാളം ആരാധകരുണ്ട്. ഇന്നിപ്പോൾ ആരാധന മൂത്ത് കൊച്ചിയിൽ ഇസ്മായിൽ ഹനിയയുടെ ഫോട്ടോയുടെ പുറകിൽ ഒട്ടിച്ചു വെച്ചിട്ട് പോകുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിന് ഈ ഹമാസിൻ്റെ കൊല്ലപ്പെട്ട മുൻ മേധാവിയാണല്ലോ ഹനിയ, ഇദ്ദേഹത്തിനോട് വലിയ ആരാധനയുള്ള ആളുടെ ഫോട്ടോ ആണല്ലോ നമ്മൾ എപ്പോഴായാലും നമ്മുടെ വീട്ടിലായാലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ വയ്ക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആണെങ്കിൽ മൊബൈലിലിട്ടിരിക്കും. ഇദ്ദേഹം ഓട്ടോയിൽ ഒട്ടിച്ച് പോകുന്നത്. അതാരോ ആ ചിത്രം പകർത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഇയാൾക്ക് വന്നിട്ടുള്ളത്. ആലുവ രജിസ്ട്രേഷനുള്ള ഓട്ടോയാണ് ഇത്. ആരാണെന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇതിൻ്റെ ഉടമ ആരാണെന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല, വാഹനത്തിൻ്റെ ഉടമ. എന്തായാലും ഈ ആഗോള ഭീകരനെ ആരാധിക്കുന്ന ഓട്ടോറിക്ഷയുടെ ഉടമ ആരാണെന്നുടനെ കണ്ടെത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇങ്ങനെ ഇവരെയൊക്കെ ആരാധിക്കുന്ന ആൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ആളുകൾ രംഗത്ത് വരികയാണ്. ഇല്ല, രംഗത്ത് വരുവാണെന്നല്ലല്ലോ ജോൺ. ഇത്രയും കാലം കൊണ്ട് നമ്മൾ ഈ കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റത്തില്ല. ഈ ഇപ്പം അടുത്ത ദിവസങ്ങളിൽ വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നില്ല എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അതായത് കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ലോക നിലവാരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സംസ്ഥാനമായിട്ട് മാറി. അത് ഏതിൻ്റെ കാര്യത്തിൽ? ജാതിയുടെ കാര്യത്തിലും മതത്തിൻ്റെ കാര്യത്തിലും ഭീകരതയുടെ കാര്യത്തിലും, ഇസ്ലാമിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമെന്നുള്ള ചർച്ചയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ സ്ലീപ്പർ സെല്ലുകളും ഭീകരവാദത്തിൻ്റെയും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെയും സ്ലീപ്പർ സെല്ലുകളുള്ള സ്ഥലമെന്നുള്ള രീതിയിലാണ് ചർച്ചയാവുന്നത്. ഇത് നമ്മൾ ഇവിടെ പറയുമ്പോൾ മതേതര ജനാധിപത്യ സഖ്യം അല്ലെങ്കിൽ സംവിധാനം എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ കുറെ ആൾക്കാർ പറയുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവനെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്നതിന് ഒരു വിഭാഗം തയ്യാറാവുകയൊക്കെ ചെയ്യുകയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മള് ഈ മാതിരിയുള്ള കാര്യങ്ങൾ എത്രയിടത്ത് ഇവിടുത്തെ ആൾക്കാർ പോയി മരണപ്പെട്ടു. ഏറ്റവും അവസാനം ഏതോ ഒരു സംഘടനയുടെ പിടിച്ചപ്പം അതും ഇന്ത്യക്കാരനാണ്. പടം ഉൾപ്പെടെ വന്നു, കൊച്ചിക്കാരൻ. നമ്മൾ കണ്ടല്ലേ ഒരു പുതിയ സംഘടനയെ യമനിലോ ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഏതോ ഒരു സ്ഥലത്തായി അഫ്ഗാനിസ്ഥാനിലോ കണ്ട് പിടിച്ചപ്പം അതും ഇന്ത്യക്കാരനാ. എത്ര പേര് വെളിയിൽ പോയി അഫ്ഗാനിസ്ഥാനിൽ മരിച്ചു? എത്ര പേരെ കാണാനുണ്ട് ജോണേ? ഇതുവരെ വെളിയിൽ പോയിട്ടുള്ള ആൾക്കാരുടെ ഉത്തരം കിട്ടാതെ എത്ര പേരുണ്ട്? നമ്മൾ പട്ടാളക്കാരുമായിട്ട് ഏറ്റുമുട്ടിയില്ലേ? ആ പട്ടാളക്കാരന്റെ ശവശരീരം കൊണ്ട് ഏറ്റുമുട്ടിയവന്റെ ശവശരീരം കൊണ്ട് ചെന്നപ്പള്ളി ഉമ്മ പറഞ്ഞ എനിക്ക് എന്റെ മോനൊക്കെ കാര്യം ശരി, എന്റെ രാജ്യദ്രോഹിയായിട്ടുള്ള ആളായതുകൊണ്ട് അവനെ കാണണ്ടാന്ന്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ട്. പക്ഷെ അത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മത തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് എന്ന് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ റിപ്പോർട്ട് UP ഉൾപ്പെടെയുള്ള സ്ഥലത്തിനപ്പുറം കേരളത്തിനാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇത് തീരണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ജാതിമത ഭേദമന്യേ രാജ്യസ്നേഹികൾ, രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇറങ്ങിയേ മതിയാവത്തുള്ളൂ. ഇവിടിപ്പം ഒരു മത തീവ്രവാദി, ഒരു പ്രത്യേക സമുദായത്തിന്റെ ആളുകൾ ഇവിടെ കൂടുന്നു എന്ന് പറയുന്നതിന് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ്സുകാരന് ചങ്കൂറ്റമില്ല, ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരന് ചങ്കൂറ്റമില്ല, CPI-ക്കാരന് ചങ്കൂറ്റമില്ല. ചങ്കൂറ്റമുള്ളത് BJP-ക്കാരനുള്ള. അവന്റെ വിചാരം അവന് ഈ വോട്ട് കിട്ടത്തില്ല. അതായത് ഇവിടെ മത തീവ്രവാദം വളർത്തുന്ന ആൾക്കാർ ഒരു ചെറു ന്യൂനപക്ഷമെങ്കിലും ചില പ്രത്യേക ജാതിക്കകത്ത് ഉണ്ടെന്ന് പറയാനുള്ള തൻ്റെ ഇടമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഓട്ടോയുടെ പുറകിൽ ഹമാസ് ഭീകരന്റെ പടം ഒട്ടിച്ച് നടക്കുന്നതിന് വേണ്ടിയുള്ള ധൈര്യം ഇവിടെ ഉണ്ടാകുന്നത്. ഈ പടം ഇളക്കാൻ പോലീസുകാരൻ പറയത്തില്ലല്ലോ, രാഷ്ട്രീയ പാർട്ടിക്കാരൻ പറയത്തില്ലല്ലോ. ഇവന്റെ പടത്തിന്റെ കൂടെ ഒരു 100 പടം കൂടെ ഒട്ടിച്ചുകൊണ്ട് നടക്കാൻ പറയുന്ന, അല്ലെങ്കിൽ ഇവന്റെ ഓട്ടോ ഫ്രണ്ടിൽ നടത്തിയിട്ട് അതിന്റെ പുറകിൽ മുദ്രാവാക്യം പിടിച്ച് നടക്കുന്ന ആൾക്കാരുള്ള കേരളം. ഹമാസിന് വേണ്ടി എത്ര വട്ടം മുദ്രാവാക്യം പിടിച്ചു? ഹമാസിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എവിടെയെല്ലാം പൊതുയോഗം കൂടി ജോണേ? എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂടിയില്ലേ? CPM-കാരൻ കൂടിയപ്പോൾ മത്സരിച്ച് CPI-ക്കാരൻ കൂടിയില്ലേ? കോൺഗ്രസ്സുകാരൻ കൂടിയില്ലേ? പിന്നെ എങ്ങനെ ഈ ഓട്ടോറിക്ഷക്കാരൻ നന്നാവും? പണ്ട് ഒരു കഥ, അവനെ മാത്രം എന്ത് പറയുന്നത്? പണ്ടൊരു കഥയുണ്ട്. ഒരു മോൻ റോഡിൽ ഇങ്ങനെ നടന്ന് വെടുക്കുക. ഈ പാട്ടുകാരെല്ലാം കൂടെ ചെന്ന് 5-6 വയസ്സേ ഉള്ളൂ പയ്യന്. വീട്ടിൽ ചെന്ന് അച്ഛനടുത്ത് പറയുന്നത് അച്ഛൻ പെരപ്പുറത്ത് നിന്ന് വെടുക്കുന്നു. ഈ ഓട്ടോറിക്ഷക്കാരനെ ഈ ഓട്ടോയെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും MP-മാരും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ ഉൾപ്പെടെ തലയെക്കെട്ടും കെട്ടി ഹമാസിനെ നെതന്യാഹുവിനെ കാച്ചുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ നാടായത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വോട്ടിന് വേണ്ടി. ഈ K. മുരളീധരൻ എന്ന് പറഞ്ഞവൻ എന്തെല്ലാം പറഞ്ഞു?
അപ്പൊ ഈ വോട്ട് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു സമുദായം എന്ന് പറയുന്നതും ഭീകരവാദി തീവ്രവാദി ഒക്കെ വേറെ. അത് മനസ്സിലാക്കണം. അതിനുവേണ്ടി നിൽക്കുന്നവന്റെ വോട്ട് വേണ്ടാന്നങ്ങ് തീരുമാനിക്കണം. അത്തരത്തിൽ തീരുമാനിക്കാത്ത ഇരിക്കുന്നതങ്ങ് രാഷ്ട്രീയ പാർട്ടി ആർജവമൊന്നുമല്ല. ഒരു രാജ്യത്ത്, ഏത് രാജ്യത്തായാലും രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും അല്ലെങ്കിൽ പോവാത്തവരും നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരും ഭീകര പ്രവർത്തനം നടത്തുന്നവരെ ഒന്നും നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യസമര സേനാനിയായിട്ട് ചിത്രീകരിച്ചാലൊന്നും രാജ്യം അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ രാജ്യത്ത് കടന്നു കയറി ആൾക്കാരെ ആക്രമിച്ചു കൊല്ലുന്നത് വേറെ ഏതെങ്കിലും രാജ്യം സൃഷ്ടിക്കാനാണോ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ ഒന്നും പറഞ്ഞാൽ അവൻ സ്വാതന്ത്ര്യസമര സേനാനിയാണെന്ന് എനിക്ക് അംഗീകരിക്കാൻ ഒക്കൂ? ഒക്കൂ? ആ ഏതവന്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ നക്സലറ്റുകാരൻ ഇവിടെ ഇറങ്ങി വന്നിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനത്തെയൊക്കെ തോക്കുംകൊള്ളി നിർത്തി വെടിവെച്ചു കൊള്ളണം, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ ന്യായത്തിൽ അത് ശരി, അപ്പൊ അവനെ നമുക്ക് അംഗീകരിക്കാൻ ഒക്കുവോ? എന്ന് പറയുന്ന പോലെ രാജ്യത്ത് ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ചെറു ന്യൂനപക്ഷം കാണും. അവർക്ക് ചിലപ്പോൾ വോയിസ് ഉണ്ടാവും. അവരെ എന്തെങ്കിലും പറഞ്ഞാൽ വോട്ട് പോകുമെന്ന് കണ്ട്, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നില്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് കണ്ട് രാജ്യത്ത് അനീതിക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന രാഷ്ട്രീയക്കാർ ഇന്ന് ഉണ്ടായതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ ഓട്ടോകൾ റോഡിൽ കൂടി ഓടുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ റോഡിൽ അണിനിരക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അത് ശരിയാണെന്ന് കണ്ട് അതിൽ പ്രചോദനം കണ്ട് ബോംബ് എളിയിൽ വെച്ച് കെട്ടുന്നതിനും ചാവേറാവുന്നതിനും വേറെ രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്നതിനും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനും ഇന്ത്യൻ ഭരണാധികാരം ഇല്ലായ്മ ചെയ്യുന്നതിനും നമ്മുടെ ആർമിക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനും ഒക്കെ സാധിക്കുന്നത്. അതിനകത്ത് ഇത് കാണാനൊന്നുമില്ല. അതിനെതിരെ പാർട്ടിക്കപ്പുറം ഇസ്രായേലിനെയൊക്കെ കൂട്ടും, പാർട്ടിക്കപ്പുറം ഇതുമാതിരിയുള്ള തോന്നിവാസത്തിന് ഒറ്റക്കെട്ടായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിൽക്കണം. രാജ്യദ്രോഹികൾക്ക് എതിരെ ഒറ്റക്കെട്ടായിരിക്കണം, ഭീകരവാദികൾക്കെതിരെ ഒറ്റക്കെട്ടായിരിക്കണം. രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും രാജ്യത്തിന്റെ താല്പര്യം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടാകുന്ന ഒരു രീതി ഉണ്ടാവണം. അത് കേരളത്തിൽ ദൗർഭാഗ്യവശാൽ കുറച്ചെങ്കിലും ഇല്ലായ്മ ആയിട്ടുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനൊക്കെ കണ്ണടച്ചു പോവുകയും അല്ലെ മറച്ചു പിടിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന സമയമുണ്ട്. അതുകൊണ്ടാണ് ഈ ഓട്ടോക്കാരന് ഈ ആവേശം വന്നത്. കാരണം പ്രതിപക്ഷ നേതാവും പിണറായി വിജയനും ഈ ആവേശം കൊടുക്കുമ്പോൾ അവന് ഈ ആവേശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവനൊരു ഓട്ടോക്കാരനായതുകൊണ്ട് ഉണ്ടാകുന്ന ആവേശം ഉണ്ടാകുന്ന കുറ്റം പറയാൻ പറ്റത്തില്ല. അവനെ തിരുത്തേണ്ടത് ഇവരൊക്കെയാണ്. തിരുത്തിയേ മതിയാവും, അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ കേരളത്തിൽ നിന്നുണ്ടാവും. അതായത് ഇദ്ദേഹം ഈ ഇറാനിൽ വെച്ചാണല്ലോ കൊല്ലപ്പെടുന്നത്. ഹനിയ ആഗോള ഭീകരനാണ്, ഹമാസിൻ്റെ ആഗോള ഭീകര സംഘടനയുടെ നേതാവായിരുന്നു. ഇദ്ദേഹമായിരുന്നു അതിൻ്റെ തലവൻ. അപ്പോൾ അതിനുശേഷം കൊല്ലപ്പെട്ടതിന് ശേഷവും ഇവിടെ ഈ നമ്മൾ ധാരാളം പോസ്റ്ററുകളൊക്കെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുമൊക്കെ ഉയർന്നത് നമ്മൾ കണ്ടാണ്. അതിനുശേഷം അടുത്ത സിൻവാർ വരുന്നു, യഹിയ സിൻവാർ മേധാവിയായി വരുന്നു, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇവിടെയും അവരെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത്, അത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിം മതവിശ്വാസമുള്ള ആളുകളല്ല. അത് യഥാർത്ഥ മുസ്ലിം മതവിശ്വാസികളെ പോലും സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ പോവാ. യഥാർത്ഥ മുസ്ലിങ്ങൾ എങ്ങനെ കൂട്ടി നിൽക്കുന്നേ? അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിങ്ങൾ എങ്ങനെ ഒരുത്തനെ കൊല്ലണമെന്ന് പറയുന്നേ? നബിയുടെ വചനം നമ്മൾ വായിക്കുമ്പം യേശുക്രിസ്തുവിനെ ഉൾപ്പെടെ അല്ല ലോകത്തെല്ലാവരും അംഗീകരിക്കണമെന്ന് പറയും. ഇവിടെ ഇവർ പറയുന്നത് എന്താ പറയുക, ഞങ്ങൾ ഒരുത്തനെ അംഗീകരിക്കത്തില്ല. അല്ല, എല്ലാവരും അംഗീകരിച്ചു പോകുന്ന സമീപനം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അഹമ്മദ് മാഷ് പറഞ്ഞ കേട്ടില്ലായിരുന്നു? അതാ പുള്ളിയുടെ തത്വം. പുള്ളി പഠിപ്പിച്ചേക്കുന്നത് അതാ, നബി തിരുമേനി പഠിപ്പിച്ചേക്കുന്നത് അതാന്നാ പറയുന്നത്. ഇവരെഴുതി വെച്ചേക്കുന്നത് എന്തോ ലോകത്താരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. പുള്ളി എല്ലാത്തിനെയും അംഗീകരിക്കുന്ന ആളാണല്ലോ ദൈവം എന്ന് പറയുന്നത്. ഇത് എല്ലാത്തിനും ഞാനതാ പഠിച്ചിട്ടുള്ളത്. അവരെല്ലാത്തിനും അതീതോ, എല്ലാം അവരുടെ അന്തർലീനോ. പറഞ്ഞ മനസ്സിലായി, എല്ലാവരും അടങ്ങിയിട്ടുണ്ട്. അതാ ദൈവം എന്ന് പറയുന്നത്. ക്രിസ്തുവിനകത്തും അല്ലെങ്കിൽ നബിക്കകത്തും കൃഷ്ണനകത്തും ഒക്കെ ഉള്ള ഒരു സാധനം അതാ. അവർക്കൊന്നും വലുതും ചെറുതുമില്ല, എല്ലാം അവരില്ല. അതാണല്ലോ ശരി. അത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ആളുകളാണ് ഇങ്ങനെ ഓട്ടോറിക്ഷയിലും മനസ്സിലും ഒക്കെ ആയിട്ട് ഈ ഭീകരവാദികളെ, കാരണം ഇത് അവർക്ക് ഭയങ്കര റോൾ മോഡലാണ്. ഇങ്ങനെയുള്ള ആളുകളെ ഇവരെയാണ് മാതൃകാ പുരുഷന്മാരായിട്ട് കൊണ്ടു നടക്കുന്നത്. പിന്നെ വരുന്ന ഇവരുടെ കുടുംബത്തിലുള്ള ആളുകളെയും കൂടെ ആ ചിന്തയിലേക്ക്. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? അവിടെ അല്ല പ്രശ്നം, നമ്മുടെ രാജ്യത്ത് ഈ വളർന്നു വരുന്നവൻ നമ്മുടെ രാജ്യത്തിന്റെ വിരുദ്ധനായിട്ടായിരിക്കും. ഒരു സാഹചര്യം വന്നാൽ ഈ മാനസികാവസ്ഥ ഉള്ളവൻ അതിനോട് ചേരുന്നതിന് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അവന്റെ കൂടെ ആയിരിക്കും. കാരണം ഇത് നമുക്കൊരാളിനോട് ആരാധന പോകണമെങ്കിൽ വല്ലാത്ത രീതിയിൽ അതിനെപ്പറ്റി നമ്മൾക്കൊരു ബോധ്യം വരുത്തുന്ന രീതിയിൽ നമ്മളിത് സംസാരിച്ച് ബോധ്യപ്പെടുത്തണം. അതിനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, അതിനുള്ള സോഷ്യൽ മീഡിയ ഉണ്ട്, അതിന് പത്രമുണ്ട്, അതിന് പ്രവർത്തനമുണ്ട്. അത്രയും മനസ്സിലാക്കും.